ഇറാന്റെ കടുത്ത തീവ്രപക്ഷക്കാരനായ നേതാവ്, മതപണ്ഡിതൻ എന്ന പദവിയിൽ നിന്ന് ഇസ്രായേലിന്റെ പ്രസിഡന്റ് പദവിയിലേക്ക് എത്തിയവൻ, മതത്തിലും രാഷ്ട്രീയത്തിലും വിട്ടുവീഴ്ചയില്ലാത്ത കടുപ്പക്കാരൻ, ഖമേനിയുടെ പ്രിയപ്പെട്ട അനുയായി, ഷായെ ഇറാനിൽ നിന്ന് തുരത്തിയ മുന്നേറ്റത്തിലെ ഇസ്ലാമിക വിപ്ലവകാരി, രാഷ്ട്രീയ വിമതർക്ക് മരണം വിധിക്കുന്ന സമിതിയുടെ നേതൃത്വം നൽകിയ വ്യക്തി. കൊല്ലപ്പെട്ട ഇറാന്റെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ സംഭവബഹുലമായ ജീവിതത്തെ ചുരുങ്ങിയ വാക്കുകളിൽ ഇങ്ങനെയാണ് രേഖപ്പെടുത്തുക. ഇന്ന് പറയുന്നത് അദ്ദേഹത്തെക്കുറിച്ചാണ്. മതപണ്ഡിതരിൽ നിന്ന് ഇറാന്റെ കിരീടം വെക്കാത്ത രാജാവായി മാറിയ ഇബ്രാഹിം റൈസിയുടെ കൊലപാതകത്തിന് പിന്നിൽ ആരായിരിക്കും? ഇതിനു പിന്നിൽ ഇസ്രയേലാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്തുതന്നെയായാലും കമന്റ് ബോക്സിൽ എഴുതൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സയണിസ്റ്റ് ഭരണകൂടം ഒരിക്കൽ കൂടി തെറ്റ് ചെയ്താൽ സ്ഥിതി ഗുരുതരമാകും. പശ്ചിമേഷ്യയെ അശാന്തമാക്കി ഗാസയിൽ ഇസ്രയേൽ ആക്രമണം അഴിച്ചുവിട്ടപ്പോൾ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ വാക്കുകളായിരുന്നു ഇത്. ഇസ്രയേൽ നടത്തുന്ന ആക്രമണത്തിനെതിരെ ശബ്ദമുയർത്താൻ അറബ് ലോകം മടിച്ചു നിന്ന സമയത്താണ് ഇസ്രയേലിന് താക്കീതുമായി ഇബ്രാഹിം റൈസി രംഗത്തെത്തുന്നത്. സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ തങ്ങളുടെ പ്രതിഷേധം പ്രസ്താവനകളിലേക്ക് മാത്രം ഒതുക്കിയപ്പോൾ ഇസ്രായേലിനെതിരെ ആയുധമെടുക്കാൻ പോലും തയ്യാറായ ഇറാന്റെ പ്രസിഡന്റാണ് ഇന്ന് കൊല്ലപ്പെട്ടത്. ഇസ്രായേലിനോട് പോരാടുക എന്നത് മേഖലയെ കൂടുതൽ സംഘർഷത്തിലേക്ക് നയിക്കുമെന്ന സാഹചര്യം നിലനിൽക്കവെയാണ് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെടുന്നത്. തീവ്ര നിലപാടുകളുള്ള മതനേതാവിൽ നിന്ന് ഘട്ടം ഘട്ടമായി രാജ്യത്തിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള വളർച്ച, അതാണ് ഇറാനിലെ റൈസി യുഗം അടയാളപ്പെടുത്തുന്നത്. 2021 ഓഗസ്റ്റ് 5 തന്റെ 60-ാം വയസ്സിലാണ് റൈസി ഇറാൻ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുന്നത്. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനിയുമായുള്ള അടുപ്പമാണ് പ്രസിഡന്റ് സ്ഥാനത്തിന് അദ്ദേഹത്തെ തുണച്ചത്. തീവ്ര നിലപാടുകാരനായ റൈസി ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള ഖമേനിയുടെ പിൻഗാമിയായാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഖമേനിയുടെ മാനസപുത്രനായി അറിയപ്പെട്ടിരുന്ന റൈസി പ്രസിഡന്റ് സ്ഥാനത്ത് എത്തിയതോടെ ഇറാന്റെ പരിഷ്കരണ കാലത്തിന് അന്ത്യം കുറിച്ചു. പ്രസിഡന്റ് ആവുമ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന റൈസി മനുഷ്യാവകാശ ധ്വംസനങ്ങളുടെ പേരിൽ അമേരിക്കയുടെ ഉപരോധം നേരിടുന്ന ആളുകൂടിയാണ്. 1980കളിൽ രാഷ്ട്രീയ തടവുകാരെ കൂട്ടക്കൊല ചെയ്തതിൽ റുഹാനിക്ക് പങ്കുണ്ടെന്നതാണ് പ്രധാന ആരോപണം അദ്ദേഹത്തെ ഇപ്പോഴും വേട്ടയാടുന്നത്. കാരണത്താലാണ് US-ൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നും അദ്ദേഹം ഉപരോധം നേരിട്ടത്. പടിഞ്ഞാറൻ അനുകൂലിയായ മുഹമ്മദ് റസാ ഷാ രാജ്യം ഭരിച്ചിരുന്ന കാലത്താണ് റൈസി ജനിക്കുന്നത്. പുരോഹിതരുടെ അമിത സമ്പത്ത് പിടിച്ചെടുത്ത് ഇല്ലാത്തവർക്ക് വിതരണം ചെയ്തിരുന്ന ഭൂപരിഷ്കരണ നിയമത്തിന്റെ കാലത്തായിരുന്നു കുഞ്ഞു റൈസിയുടെ ജനനം. ഇറാനിലെ പ്രമുഖ പുരോഹിതരുടെ കീഴിലായിരുന്നു പിന്നീടുള്ള റൈസിയുടെ വിദ്യാഭ്യാസം. 15-ാം വയസ്സിൽ പ്രസിദ്ധമായ ക്വാം സെമിനാരിയിൽ മതപഠനം ആരംഭിച്ച റൈസി നിരവധി മുസ്ലിം പണ്ഡിതർക്കു കീഴിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. 20കളിൽ തന്നെ വിവിധ നഗരങ്ങളിലെ പ്രോസിക്യൂട്ടറായി നിയമിതനായ റൈസി പിന്നീട് തലസ്ഥാനമായ ടെഹ്റാനിലെ ഡെപ്യൂട്ടി പ്രോസിക്യൂട്ടറായി മാറി. 1988ലാണ് റൈസി രാഷ്ട്രീയ തടവുകാരെ തൂക്കിലേറ്റാൻ നിയമിച്ച സമിതിയിൽ അംഗമാകുന്നത്. 2016ലെ മഷാദിലെ അസ്താൻ ഖുദ്സ് റസാവിയുടെ ചെയർമാനായതോടെ ഇറാനിലെ അനിഷേധ്യ നേതാക്കളിൽ ഒരാളായി റൈസിയുടെ ഉയർച്ച തുടങ്ങുകയായിരുന്നു. ഷായെ ഇറാനിൽ നിന്ന് തുരത്തിയ മുന്നേറ്റത്തിലും ഇസ്ലാമിക വിപ്ലവത്തിലും റൈസിയും ഭാഗമായി. പിന്നീട് രാജ്യത്തെ തകർക്കാൻ നേരിട്ട പ്രതിസന്ധികളിൽ റൈസിയും മുന്നണി പോരാളിയായി മാറി. ഇതിനിടെ ടെഹ്റാനിലെ ഡെപ്യൂട്ടി പ്രോസിക്യൂട്ടറായിരുന്ന റൈസിയെ ആയത്തുള്ള റുഹള്ള ഖൊമാനി ഡെത്ത് കമ്മീഷന്റെ ചുമതലക്കാരനായി ഉയർത്തി. 2009ലെ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിനെ തുടർന്നുണ്ടായ കലാപം അടിച്ചമർത്തുന്നതിലും റൈസി പ്രധാനിയായി മാറി. അതേസമയം തന്നെ അഴിമതി വിരുദ്ധനെന്ന പ്രതിച്ഛായയും അദ്ദേഹം ഉണ്ടാക്കിയെടുത്തു. ഈ പ്രതിച്ഛായയാണ് പിന്നീട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിന് നിറം നൽകിയത്. 2017 അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചുവെങ്കിലും ഹസൻ റുഹാനിക്കെതിരെ മത്സരിച്ച് പരാജയപ്പെടുകയായിരുന്നു. 2021 ഒരിക്കൽ കൂടി റൈസി തിരഞ്ഞെടുപ്പെന്ന ഭാഗ്യ പരീക്ഷണത്തിന് ഇറങ്ങിത്തിരിച്ചു. രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കുറവ് വോട്ടർമാർ സമ്മതിദാന അവകാശം വിനിയോഗിച്ച തെരഞ്ഞെടുപ്പിലാണ് 62% വോട്ട് നേടി റൈസി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. 48.8% വോട്ടുകൾ മാത്രമാണ് തിരഞ്ഞെടുപ്പിൽ അന്ന് രേഖപ്പെടുത്തിയത്. മുൻ പ്രസിഡന്റ് ഹസൻ റുഹാനിയുടെ കീഴിൽ ഇറാൻ അനുഭവിച്ച സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും അഴിമതിക്കെതിരെ പോരാട്ടവും സ്വയം ഏറ്റെടുത്തുകൊണ്ടായിരുന്നു റൈസി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുന്നത്. ഇറാന്റെ പരമോന്നത നേതാവിന്റെ സംരക്ഷകനായിരുന്നു അദ്ദേഹം. 2018 അമേരിക്ക ഷിപ്പിംഗിലും എണ്ണയിലും ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ കൊണ്ട് ഇറാൻ പൊറുതിമുട്ടിയ ഘട്ടത്തിലാണ് ഉപരോധം നീക്കി തൊഴിലില്ലായ്മ ലഘൂകരിക്കുമെന്ന് റൈസി ഉറപ്പു നൽകുന്നത്. 2015ലെ ആണവ കരാർ ഉപരോധങ്ങളിൽ നിന്ന് ഇറാന് അല്പം ആശ്വാസം നൽകുന്നതായിരുന്നു അത്. എന്നാൽ
2018 അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കരാറിൽ നിന്ന് പിന്മാറിയതോടെ വീണ്ടും ഇറാന്റെ വ്യാപാര വ്യവസായങ്ങളിൽ ഉപരോധം നിലവിൽ വന്നു. ആണവ പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചുകൊണ്ടായിരുന്നു ഇറാൻ ട്രംപ് ഭരണകൂടത്തിനുള്ള മറുപടി നൽകിയത്. നിലവിൽ ആണവ കരാർ വീണ്ടും സജീവമാക്കുന്നതിനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഉപരോധങ്ങൾ നീക്കാൻ ജോ ബൈഡൻ തയ്യാറല്ല. ഇറാന്റെ ദരിദ്രമായ സാമ്പത്തിക സ്ഥിതിയിലും തൊഴിലില്ലായ്മയിലുള്ള ജനരോക്ഷവും റെയ്സിയുടെ കാലത്ത് രൂക്ഷമായിരുന്നു. 2017 തുടർഭരണം ലഭിച്ച ഹസൻ റുഹാനിയുടെ കാലത്ത് തുടങ്ങിയ ജനരോഷത്തിന്റെ തുടർച്ചയായിരുന്നു റെയ്സിയുടെ കാലത്തും ജനങ്ങൾ തെരുവിലിറങ്ങിയത്. ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണെന്ന് തിരിച്ചറിവുണ്ടായിട്ടും പ്രതിരോധ മേഖലയ്ക്ക് പ്രാധാന്യം നൽകിയ ഭരണകൂടത്തിനെതിരെ ഉറച്ച സ്വരത്തിൽ ശക്തമായ ഭാഷയിൽ ജനങ്ങൾ പ്രതിഷേധം രേഖപ്പെടുത്തി. മതപണ്ഡിതൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിയതോടെ ഇറാനിലെ ഇസ്ലാം ഭരണകൂടം ചില പരിഷ്കാരങ്ങൾ കൂടി നടപ്പിലാക്കി തുടങ്ങി. ഹിജാബ് ധരിക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് ഇറാനിലെ മത പോലീസുകാർ കസ്റ്റഡിയിലെടുത്ത മഹ്സ അമനി എന്ന 22കാരിയുടെ മരണത്തോടെ സ്ത്രീകളുടെ അവകാശ സമരങ്ങൾക്കാണ് ഇറാൻ സാക്ഷിയായത്. ഹിജാബ് കത്തിച്ച് ഇറാന്റെ വീഥികളിൽ സ്ത്രീകൾ നിരന്നു. ശരീരം എന്റെ സ്വാതന്ത്ര്യമാണെന്ന് ഇറാനിലെ വനിതകൾ ഉറച്ചു പറഞ്ഞു. ഇറാൻ കണ്ട ഏറ്റവും ശക്തമായ പ്രക്ഷോഭമായിരുന്നു അത്. പ്രതിഷേധങ്ങളെ തുടർന്ന് 500-ലേറെ പേർ കൊല്ലപ്പെട്ടു എന്നാണ് കണക്ക്. 7 പേരെ ഭരണകൂടം തൂക്കിലേറ്റി. അപ്പോഴും തെരുവുകളിൽ ജനം തമ്പടിച്ച് പ്രതിഷേധം തുടരുകയായിരുന്നു. പ്രതിഷേധങ്ങളെ തുടർന്ന് ഇറാൻ ഭരണകൂടം സമ്മർദ്ദത്തിലായി. അതോടെ മതപോലീസിനെ പിരിച്ചുവിടാൻ ഇറാൻ ഭരണകൂടം തീരുമാനിക്കുകയായിരുന്നു. എന്നിരുന്നാലും ഐക്യരാഷ്ട്രസഭയുടെ അന്വേഷണത്തിൽ അമിനിയുടെ മരണത്തിനു കാരണം ഇറാൻ ഭരണകൂടമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. ഗാസയിലെ ഇസ്രയേൽ ആക്രമണങ്ങളിൽ ഇറാനും പങ്കാളിയായതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായി തുടങ്ങി. ഏപ്രിലിൽ ദമാസ്കയിലെ ഇറാനിയൻ നയതന്ത്ര കെട്ടിടം ഇസ്രായേൽ ആക്രമിച്ചു. ആക്രമണത്തിൽ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ ജനറൽമാരായിരുന്ന മുഹമ്മദ് റിസ സഹേദിയും മുഹമ്മദ് ഹാദി റഹീമിയും കൊല്ലപ്പെട്ടു. പിന്നാലെ ഇറാൻ ഇസ്രായേലിനെതിരെ ഡ്രോൺ ആക്രമണവും നടത്തി. 120 ബാലിസ്റ്റിക് മിസൈലുകളും 170 ഡ്രോണുകളും 30 ക്രൂയിസ് മിസൈലുകളും ഇസ്രായേലിന് നേരെ ഇറാൻ തൊടുത്തുവിട്ടു. ഇറാൻ ഇസ്രായേൽ യുദ്ധവും ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷങ്ങളും സമാന്തരമായി നടക്കുമ്പോഴാണ് ഇറാൻ പ്രസിഡന്റിന്റെ കൊലപാതക വാർത്ത പുറത്തുവരുന്നത്. ഇതിന്റെ പിന്നിൽ ആരാണ് പ്രവർത്തിച്ചതെന്ന ചോദ്യത്തിന്റെ ഉത്തരമറിയാൻ ഒരുപാട് കാലം കാത്തിരിക്കേണ്ടി വരില്ല. കാരണം കൊല്ലപ്പെട്ടത് ഇറാന്റെ പ്രസിഡന്റാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.